കുട്ടനെലിയുടെ സൂത്രം. പച്ച പരവതാനി വിരിച്ച ഒരു സുന്ദരമായ ഗ്രാമം. ആ ഗ്രാമത്തിന്റെ നടുവിലായി തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു വലിയ മാവുണ്ടായിരുന്നു. ആ മാവ് നിറയെ മധുരമുള്ള മാമ്പഴങ്ങൾ പഴുത്തു തുടുത്തു നിന്നിരുന്നു. പക്ഷേ ആ മാമ്പഴത്തിന്റെ മണം കൊതിച്ചെത്തുന്ന ഒരു ജീവിക്കും ഒന്നുപോലും രുചിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ആ മാവിന്റെ ചുവട്ടിൽ എപ്പോഴും ഒരു ഭീകരൻ കാവലുണ്ടായിരുന്നു: കണ്ടൻ പൂച്ച. കറുപ്പും വെളുപ്പും ഇടകലർന്ന കൂർത്ത നഖങ്ങളും തുളച്ചു കയറുന്ന നോട്ടവുമുള്ള ഒരു വലിയ പൂച്ചയായിരുന്നു അവൻ. ആ പരിസരത്തേക്ക് വരുന്ന കിളികളെയും അണ്ണാറക്കണ്ണന്മാരെയും എലികളെയും അവൻ ഓടിച്ചിട്ടു പിടിക്കും. അതുകൊണ്ട് എല്ലാവർക്കും കണ്ടൻ പൂച്ചയെ വലിയ പേടിയായിരുന്നു. അവിടെ അടുത്തുള്ളൊരു മരപ്പൊത്തിലായിരുന്നു കുട്ടൻ എന്ന മിടുക്കനായ എലിയും അവന്റെ കൂട്ടുകാരൻ ചിന്നൻ അണ്ണാനും താമസിച്ചിരുന്നത്. പഴുത്ത മാമ്പഴം കാണുമ്പോൾ ചിന്നന്റെ വായിൽ വെള്ളമൂറും. "എന്തൊരു മണാ കുട്ടാ! നമുക്ക് ആരും കാണാതെ പോയി ഒരെണ്ണം പറിച്ചാലോ?" ചിന്നൻ കൊതിയോട് ചോദിച്ചു. "വേണ്ട ചിന്ന, ആ കണ്ടൻ നമ്മളെ കണ്ടാ മതി കഥ കഴിക്കും. അവന്റെ കണ്ണു വെട്ടിച്ച ഒരു ഈച്ചയ്ക്ക് പോലും അവിടെ എത്താൻ പറ്റില്ല," കുട്ടൻ പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. മാമ്പഴങ്ങൾ ഒന്നൊന്നായി പഴുത്ത് താഴെ വീഴാൻ തുടങ്ങി. കണ്ടൻ പൂച്ച ആർക്കും കൊടുക്കാതെ അതെല്ലാം ഒറ്റയ്ക്ക് തിന്നു തീർത്തു. ഇത് കണ്ടപ്പോൾ കുട്ടന് വല്ലാത്ത ദേഷ്യവും സങ്കടവും വന്നു. അവൻ മനസ്സിലൊന്നുറപ്പിച്ചു: ഈ കണ്ടൻ പൂച്ചയുടെ അഹങ്കാരം ഞാനൊന്ന് തീർത്തു കൊടുക്കുന്നുണ്ട്. ഈ മാമ്പഴം ഞങ്ങളെല്ലാവരും കൂടി പങ്കിട്ടെടുക്കും. കുട്ടൻ തന്റെ പദ്ധതി ചിന്നനോട് പറഞ്ഞു. ആദ്യം കേട്ടപ്പോൾ ചിന്നൻ പേടിച്ചു വിറച്ചു. "അയ്യോ കുട്ടാ, വേണ്ട, അത് അപകടമാണ്." "പേടിക്കാതെ ചിന്ന, ധൈര്യവും ബുദ്ധിയുമുണ്ടെങ്കിൽ നമുക്ക് ആരെയും തോൽപ്പിക്കാം. ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം." കുട്ടൻ അടുത്തുള്ള ഉറുമ്പിൻകൂടിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കരയെടുത്ത് ആ കൂടിന്റെ മുന്നിൽ വെച്ചു. നിമിഷനേരം കൊണ്ട് ആയിരക്കണക്കിന് ഉറുമ്പുകൾ ആ ശർക്കരയ്ക്ക് ചുറ്റും കൂടി. കുട്ടൻ ആ ശർക്കര കഷ്ണം ഒരു നൂലിൽ കെട്ടി പതിയെ വലിച്ചുകൊണ്ട് കണ്ടൻ പൂച്ച ഉച്ചയ്ക്കുറങ്ങുന്ന സ്ഥലത്തേക്ക് നടന്നു. കണ്ടൻ പൂച്ചയ്ക്ക് ഒരു ശീലമുണ്ടായിരുന്നു. ഉച്ചയൂണ് കഴിഞ്ഞാൽ മാവിൻ ചുവട്ടിൽ നിന്ന് മാറി അടുത്തുള്ള ഒരു പാറയുടെ മുകളിൽ കയറിക്കിടന്ന് സുഖമായി ഒന്നുറങ്ങും. കുട്ടൻ ഉറുമ്പുകളെയും കൊണ്ട് ആ പാറയുടെ അടുത്തേക്ക് പോയി. കണ്ടൻ നല്ല ഉറക്കത്തിലായിരുന്നു. കുട്ടൻ ശർക്കര കഷ്ണം കണ്ടന്റെ വാലിന്റെ അറ്റത്തായി കൊണ്ടുപോയി വെച്ചു. മധുരം തേടി വന്ന ഉറുമ്പുകൾ കൂട്ടത്തോടെ കണ്ടന്റെ വാലിൽ കയറിപ്പറ്റി. അവറ്റകൾ വാലിൽ അരിച്ചു കയറാൻ തുടങ്ങിയപ്പോൾ കണ്ടനൊരു സുഖം തോന്നി. പക്ഷെ നിമിഷങ്ങൾക്കുള്ളിൽ ഉറുമ്പുകൾ കൂട്ടത്തോടെ അവനെ കടിക്കാൻ തുടങ്ങി. "ഞാവ്!" വേദനയെടുത്ത കണ്ടൻ പൂച്ച ഒരലർച്ചയോട് ചാടി എഴുന്നേറ്റു. വാലിൽ ആയിരക്കണക്കിന് ഉറുമ്പുകൾ കടിച്ചു തൂങ്ങുന്നു. അവൻ ദേഷ്യവും വേദനയും കൊണ്ട് ഭ്രാന്തമായി ഓടാനും ചാടാനും തുടങ്ങി. വാലാട്ടി നിലത്തുരുണ്ട് പാറയിലൊരസി എങ്ങനെയെങ്കിലും ഉറുമ്പുകളെ ഓടിക്കാൻ അവൻ ശ്രമിച്ചു. ഈ ബഹളം കേട്ട ചിന്നൻ അണ്ണാൻ ഓടിച്ചെന്ന് മാവിൽ കയറി. അവൻ ശക്തിയായി കൊമ്പുകൾ കുലുക്കാൻ തുടങ്ങി. പടപടാന്ന് മാമ്പഴങ്ങൾ താഴേക്ക് വീണു. കണ്ടൻ പൂച്ച ഉറുമ്പുകളുമായുള്ള യുദ്ധത്തിലായതുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല. താഴെ കാത്തുനിന്ന കുട്ടനും അവന്റെ കൂട്ടുകാരായ മുയലും കീരിയും ചേർന്ന് മാമ്പഴങ്ങളെല്ലാം വേഗം ഉരുട്ടിക്കൊണ്ട് അവരുടെ ഒളിസങ്കേതത്തിലേക്ക് മാറ്റി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉറുമ്പുകളെല്ലാം പോയി. ക്ഷീണിതനായ കണ്ടൻ പൂച്ച തിരികെ മാവിൻ ചുവട്ടിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു മാമ്പഴം പോലുമില്ല. അവനാകെ ദേഷ്യം വന്നു. ആരാണിതെല്ലാം എടുത്തതെന്ന് അവന് മനസ്സിലായില്ല. അപ്പുറത്തുള്ള മരത്തിന്റെ ചുവട്ടിലിരുന്ന് കുട്ടനും ചിന്നനും മറ്റെല്ലാ കൂട്ടുകാരും സന്തോഷത്തോടെ മാമ്പഴം പങ്കുവച്ച് കഴിക്കുകയായിരുന്നു. അന്നവർ ഒരു കാര്യം പഠിച്ചു: എത്ര വലിയ ശക്തനാണെങ്കിലും ഒരുമിച്ച് നിന്നാൽ ബുദ്ധി കൊണ്ട് ആരെയും തോൽപ്പിക്കാം. ശക്തിയേക്കാൾ വലുതാണ് ബുദ്ധി.